പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് വീഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ. ഈ അടുത്ത് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഒരു പാലം കൂടി ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഭോപ്പാലിലെ ഐഷ്ബാഗ് ഏരിയയിൽ അവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ്, മഹാമിക ബാഗിനെയും പുഷ്പ നഗറിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഐഷ്ബാഗ് ബ്രിഡ്ജ്. ഏതാണ്ട് 18 കോടി മുടക്കിയിട്ടാണ് മധ്യപ്രദേശിലെ ഗവൺമെന്റ് ഈ ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാലം 90 ഡിഗ്രിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്രതീക്ഷിതമായി വരുന്ന ഒരു വണ്ടി, ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ മണിക്കൂറിൽ വരുന്ന വണ്ടി ഈ പ്രതീക്ഷിക്കാതെ ഈ വളവിലെത്തുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? തികച്ചും പ്രാക്ടിക്കൽ അല്ലാത്ത, സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു ഡിസൈൻ ആയിരുന്നു അത്. എന്തായാലും മധ്യപ്രദേശ് ഗവൺമെന്റ് കടുത്ത നടപടിയാണ് ഇതിനെതിരെ എടുത്തിട്ടുള്ളത്. 2 ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ 7 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. നിർമ്മാണം നടത്തിയ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, എഞ്ചിനീയർമാർ പറയുന്നത് അവർ അങ്ങനെ ഒരു ഡിസൈനിലോട്ട് എത്താനുള്ള കാര്യം തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷന്റെ പണിയും സ്ഥലപരിമിതിയും മൂലമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസൈനിലോട്ട് അവർ പോവേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ സ്മൂത്തർ ആയിട്ടുള്ള കർവ് കൊടുത്ത് ഡിസൈൻ ചെയ്യാമായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ആ 90 ഡിഗ്രി ചെരിവിൽ നിന്നും അതിനെ ഒരു സ്മൂത്തർ കർവിലോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ നടപടിയായിട്ട് ആലോചിക്കുന്നത്. എന്തായാലും 18 കോടിയാണ് ഗവൺമെന്റ് ഇതിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടേ ഉണ്ടാവുകയുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു നിർമ്മാണ പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരം നിർമ്മാണ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ പൊതുജനങ്ങളുടെ പണം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗം കൂടി ആവുമ്പോൾ. അപ്പം നമ്മളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സംഭവിച്ചത് മധ്യപ്രദേശിലാണെങ്കിൽ പോലും ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. 10 കോടിയുടെ പ്രൊജക്ടിന് വേണമെങ്കിലും ഒരു 10 ലക്ഷത്തിന്റെ പ്രൊജക്ടിന് വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും പ്ലാനിങ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പോം വഴി. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് അല്ലാത്ത ഡിസൈൻ ആയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോസ് സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകാറുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.